ബാസ വേഴ്സസ് ബെൻഫിക്ക മത്സരത്തിൽ ബാസ 5-4 വിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീസണിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബാസ പെർഫോമൻസും അതേ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കംബാക്ക് നടത്തിയ ഒരു മാച്ചായിരുന്നു ബാസ വേഴ്സസ് ബെൻഫിക്ക മാച്ച്. ഈ ഒരു മാച്ചിലേക്ക് കടന്നപ്പോൾ ആദ്യത്തെ 5ാമത്തെ മിനിറ്റിനുള്ളിൽ തന്നെ ബാസ ആദ്യ ഗോൾ കൺസിഡർ ചെയ്തു. ശരിക്കും പ്രോപ്പറായിട്ടുള്ള ഡിഫൻസീവ് അവയർനെസ് ഇല്ലാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു കണ്ടത്. അതുമാത്രമല്ല കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ്, അതായത് മാച്ച് തുടങ്ങി ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഗോൾ കൺസിഡർ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ ഒരു പാറ്റേണിലേക്ക് ബാസ പോയി എന്നൊരു ഇമേജ് ആയിരുന്നു ഈ ഒരു മാച്ചിൻ്റെ തുടക്കത്തിൽ കാണിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാസക്ക് ഒരു പെനാൽറ്റി ലഭിച്ചു. ബാൾഡേനെ ഈ ഒരു ബെൻഫിക്ക താരം ഫൗൾ ചെയ്തു. അതിനെ തുടർന്നാണ് നമുക്ക് ആ ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. ലെവൻഡോസ്കി അത് ഗോളാക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് ഷെസ്നിയുടെ ഭാഗത്ത് നിന്ന് 2 മിസ്റ്റേക്ക് വന്നു. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്ലെയർ സ്വന്തം പെനാൽറ്റി ബോക്സ് വിട്ടിട്ട് ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ തൊട്ട് മുന്നിൽ ബാൾഡേ ഉണ്ട്, സേഫ് സോൺ ആണെന്ന് മനസ്സിലാക്കിയിട്ടും പ്ലെയർ ആ ഒരു അറ്റംപ്റ്റ് നടത്താൻ നിന്നു. ലാസ്റ്റ് അവിടെ ഒരു ഫൗൾ ക്രിയേറ്റ് ആവുന്നു. ബെൻഫിക്ക ആണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗോളാക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ ഷെസ്നിയുടെ ഒരു മിസ്റ്റേക്ക് കാരണം, ശരിക്കും മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, റഫറി മിസ്റ്റേക്ക് എന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ അവിടെ ഒരു പെനാൽറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. 1-on-1 സിറ്റുവേഷനിൽ ഈ ഒരു ഷെസ്നി ബോൾ പിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ബെൻഫിക്കയുടെ താരം ഡൈവ് ചെയ്യുന്നു, പെനാൽറ്റി ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് കാര്യങ്ങളുണ്ടായത്. എന്നാലും റഫറിക്ക് വാർ ചെക്ക് ചെയ്യാമായിരുന്നു. ഷെസ്നി അത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിലും റഫറി അത് ചെക്ക് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ പെനാൽറ്റി നൽകി. അതാണെങ്കിൽ അവർ കൺവേർട്ടും ചെയ്തു. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് 3-1 നിന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹാഫിലെ പ്രകടനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസ വൻ ശോകമായിരുന്നു. വൻ ശോകം എന്ന് വെച്ചാൽ വൻ ശോകം. റഫീനി ആയിക്കോട്ടെ, ലെമീൻ ആയിക്കോട്ടെ, ലെവൻഡോസ്കി ആയിക്കോട്ടെ, ഈ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് റഫീനിയെ പറ്റിയിട്ടാണ്. റഫീനിയൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് റഫീനിയെ ഗോളാക്കി മാറ്റില്ല. ശരിക്കും ഈസി ആയിട്ട് ടാപ്പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടായിരുന്നു, അതാണ് പ്ലെയർ മിസ്സാക്കിയത്. ശരിക്കും പ്ലെയറിനോട് നല്ല ദേഷ്യം തോന്നി ആ ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് 3-1 അവസാനിച്ചത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു. ഈ ഒരു മാച്ചിൻ്റെ ഒരു 56-ാം മിനിറ്റിലാറ്റം അവിടെ റഫീനി ഒരു ഗോൾ നേടി. അവിടെ റഫീനി ഒരു പ്രോപ്പർ എഫേർട്ട് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എഫേർട്ട് ഇടാതെയാണ് ആ ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ബെൻഫിക്കയുടെ ഗോൾ കീപ്പർ ഒരു ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുകയും അത് നേരെ റഫീനിയുടെ മുഖത്ത് ഇടിക്കുകയും അത് റീബൗണ്ട് ആയിട്ടാണ് ഗോളായിട്ട് മാറുന്നത്. ഒരു ലക്കി ഗോൾ എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അറോഹോ ബെൻഫിക്കയ്ക്ക് 4ാമത്തെ ഗോൾ സമ്മാനിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാസ കുറച്ചുകൂടി അവെയർ ആവേണ്ട സിനാരിയോസിലാണ് ഈ ഗോളൊക്കെ കൺസീഡ് ചെയ്യുന്നത്. ശരിക്കും സങ്കടം തോന്നി ആ മൊമെൻറ്റിൽ ബാസയുടെ പെർഫോമൻസ് കണ്ടിട്ട്. അത് മാത്രമല്ല അറോഹോയുടെ ഒരു ഓൺ ഗോളായിരുന്നു അത്. ശരിക്കും ആ ഒരു സിറ്റുവേഷൻ അറോഹോ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. എന്തായാലും ആ ഒരു 4-2 നിന്ന ബാസ പിന്നീട് അങ്ങോട്ടൊരു കംബാക്ക് അടിക്കുന്നതാണ് കണ്ടത്. ഈ ഒരു മാച്ചിൻ്റെ ഒരു 76-ാം മിനിറ്റിൽ ഈ ഒരു ബെൻഫിക്കയുടെ താരം നമ്മുടെ ലെമീനെ ഫൗൾ ചെയ്യുന്നു. ലെമീനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ബാസക്ക് ഒരു പെനാൽറ്റി ലഭിച്ചു. ശരിക്കും അതൊരു സോഫ്റ്റ് പെനാൽറ്റിയാണ്, പക്ഷെ എന്തായാലും ചെറിയൊരു ടച്ച് അവിടെ നടന്നിട്ടുണ്ട്. ലെമീനെ ചെറിയ രീതിയിലെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ഈ ഒരു ബെൻഫിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്ന പെനാൽറ്റി ഒരു പ്രോപ്പർ കോൺടാക്റ്റ് ഇല്ലാത്തൊരു പെനാൽറ്റി ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോൺടാക്റ്റ് നടത്തിയിട്ടാണ് നമുക്ക് ആ ഒരു പെനാൽറ്റി ലഭിച്ചത്. അത് നമ്മുടെ ലെവൻഡോസ്കി കൺവേർട്ട് ചെയ്തു. അങ്ങനെ ബാസ 3-4 നിന്നു. അത് കഴിഞ്ഞിട്ട് ഹാൻസി ഫ്ലിക്ക് 2 താരങ്ങളെ സബ് ചെയ്തു. ഒന്ന് എറിക് ഗാർസിയ, മറ്റൊന്ന് ഫെറാൻ ടോറസ്. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ 86-ാം മിനിറ്റിൽ പെഡ്രിയുടെ അസിസ്റ്റിൽ എറിക് ഗാർസിയ ബാസക്ക് വേണ്ടിയിട്ട് ഒരു ഹെഡർ ഗോൾ നേടി. കിടിലനായിട്ടുള്ള ഒരു ഹെഡർ ഗോളായിരുന്നു. അങ്ങനെ ആ ഒരു ഗോളോട് കൂടി ബാസ 4-4 സമനില നേടി. അത് കഴിഞ്ഞ് ബാസ എക്സ്ട്രാ ടൈമിലേക്ക് പോയ ടൈമിൽ ഈ ഒരു ബെൻഫിക്കയ്ക്ക് ഒരു സെറ്റ് പീസ് ലഭിക്കുകയും ആ ഒരു സെറ്റ് പീസ് അവർക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ബാസ അതൊരു കൗണ്ടർ അറ്റാക്കാക്കി മാറ്റി. ഫെറാൻ്റെ ഒരു ലോങ് പാസിൽ റഫീന ഒരു കിടിലനായിട്ടുള്ളൊരു ഗോൾ നേടി. അങ്ങനെ ബാസ ഈ ഒരു മാച്ച് 5-4 വിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ റഫീനിയ നേടിയിരിക്കുന്ന ആ 2ാമത്തെ ഗോളിൽ പല കോൺട്രവേഴ്സീസും ബെൻഫിക്കയുടെ താരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബെൻഫിക്ക സെറ്റ് പീസ് എടുത്ത സമയത്ത് ബെൻഫിക്കയുടെ ആ ഒരു ലോങ് ഗോള് ബെൻഫിക്കയുടെ ഏതൊരു താരം ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് ഫെർമിൻ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബെൻഫിക്കയുടെ താരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോളായിട്ട് ഒരു പ്രോപ്പർ കോൺടാക്റ്റിലായിരുന്നില്ല. ശരിക്കും കോൺടാക്റ്റിലായിരുന്നെങ്കിൽ അത് പക്കാ പെനാൽറ്റി ആയേനെ. പക്ഷേ ഇവിടെ പ്ലെയർ ബോളായിട്ട് കോൺടാക്റ്റിലായിട്ടില്ല. കോൺടാക്റ്റ് ആകുന്നതിന് മുൻപ് തന്നെ പ്ലെയർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കൊണ്ട് ബോൾ ഷീൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഫെർമീനായിട്ട് കൂട്ടിവിട്ടുന്നത്. ഫെർമീനാണെങ്കിൽ പ്ലെയർ പുഷ് ചെയ്യാനല്ല എന്നത് ചെസ്റ്റായിട്ട് കൂട്ടിവിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ പെനാൽറ്റിയിലേക്ക് ലീഡ് ആവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മാച്ച്, അതായത് ഗെറ്റാഫെ മാച്ചിൽ ഇപ്പോൾ
കൂണ്ടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒരു ഫൗൾ. അത് പ്ലെയർ കംപ്ലീറ്റ്ലി ലോക്കായിട്ട് ഉണ്ടാക്കുന്നൊരു ഫൗളാണ്, ബോളായിട്ട് കോൺടാക്റ്റിലല്ല ആരും തന്നെ. പക്ഷെ അതൊരു പക്ക പെനാൽറ്റിയാണ്. പക്ഷെ ആ രീതിയിലല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ അവിടെ പെനാൽറ്റി വരുന്നില്ല. പക്ഷെ പല ഫുട്ബോൾ ഫാൻസ്, ചില ക്ലബ്സിൻ്റെ ഫുട്ബോൾ ഫാൻസ് അത് പെനാൽറ്റി ആയിട്ടും അതേപോലെ തന്നെ വേറെ ഏതൊക്കെയോ മാച്ചസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാനൊക്കെയാണ് ശ്രമിക്കുന്നത്. പറഞ്ഞെങ്കിൽ ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടം. എന്തായാലും അത് പെനാൽറ്റി അല്ല, അത്ര തന്നെ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു മാച്ചിൻ്റെ റിസൾട്ടിൽ ഹാപ്പിയാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് ഞാൻ അത്ര ഹാപ്പി അല്ല. പിന്നെ കുറേ ലക്ക് ഫാക്ടേഴ്സ് ഈ ഒരു മാച്ചിലുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ബാസ ഈ ഒരു മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാസയുടെ ഭാഗത്തു നിന്ന് എഫേർട്ടൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ മാച്ചസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു എഫേർട്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ ഒരു മാച്ചിൻ്റെ അവസാനത്തെ 5-10 മിനിറ്റിൽ മാത്രമാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും ബാസയുടെ ഭാഗത്ത് നിന്ന് വന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഇനീഗോ മാർട്ടിനസ് എന്ന് പറയുന്ന താരത്തെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനീഗോ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാച്ചിൽ ബാസ വലിയൊരു മാർജിൽ വിൻ ചെയ്തേനെ. അതായത് ഇനീഗോയുടെ ലോങ് ബോൾസോ അല്ലെങ്കിൽ ഡയഗണൽ ബോൾസിലൂടെ തന്നെ കുറേ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ ബാസക്ക് ഗോൾ നേടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇനീഗോനെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനീഗോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു താരത്തിന് സ്റ്റാർട്ടിംഗ് 11 ആക്ഷൻ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അറോഹോ കുബാർസി കണക്ഷൻ നൈസാണ്, പക്ഷേ അതിനേക്കാൾ എത്ര ബെറ്ററാണ് ഇനീഗോ കുബാർസി കണക്ഷൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇനീഗോയുടെ റിട്ടേൺ പെട്ടെന്ന് നടക്കട്ടെ. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാസ എങ്ങനെയൊക്കെയോ പെർഫോം ചെയ്ത് നമ്മൾ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുക, ഗോൾ കൺവേർഷൻ റേറ്റ് ബെറ്റർ ആക്കുക, അതേപോലെ തന്നെ മാച്ചിൻ്റെ തുടക്കം തൊട്ട് എൻഡ് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുക. ഒപ്പം പിന്നെ പെഡ്രിനെ എടുത്തു പറയണം. കാരണം ഈ ഒരു മാച്ചിൻ്റെ മെയിൻ എന്ന് പറയുന്നത് പെഡ്രി ആയിരുന്നു. പെഡ്രി ഇല്ലെങ്കിൽ ഈ ഒരു മാച്ച് ബാസ വിൻ ചെയ്യാനുള്ള ചാൻസ് എല്ലാം വളരെയധികം കുറവാണ്. ഇപ്പോൾ ഈ ഒരു ബെൻഫിക്കയുടെ പ്രഷർ നല്ല രീതിയിൽ കുറച്ചത് പെഡ്രി ഉള്ളത് കൊണ്ടാണ്. പെഡ്രി ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഷുവറായിട്ടും പറയും. അതുമാത്രമല്ല ഈ ഒരു മത്സരത്തിൽ പ്ലെയർ 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല 6 കീ പാസൊക്കെ പ്ലെയർ നൽകിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പെഡ്രി എന്ന് പറയുന്ന താരത്തിൻ്റെ ആ ഒരു അസിസ്റ്റിൻ്റെ നമ്പർ ഡബിൾ ഡിജിറ്റ് ആവേണ്ടതാണ്. പക്ഷെ നമ്മുടെ ടീംമേറ്റ്സ് അപ് ടു ദി ലെവലല്ലാത്തതുകൊണ്ട്, അതായത് കൺവേർഷൻ റേറ്റിനകത്ത് വീക്കായതുകൊണ്ടാണ് പെഡ്രിക്ക് ഇപ്പോഴും 2 അസിസ്റ്റ് ആയിട്ട് നൽകേണ്ടി വരുന്നത്. ശരിക്കും ഈ ഒരു മത്സരത്തിൽ കൂണ്ടേക്ക് ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ കുറേ താരങ്ങൾക്ക് ഗോൾ നേടാനുള്ള ഓപ്പർച്യൂണിറ്റി പെഡ്രി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൺവേർട്ട് ചെയ്യണ്ടേ, സീസൺ എൻഡായിട്ടില്ല, ഇനിയെങ്കിലും ബെറ്ററായിട്ടുള്ള ഒരു കൺവേർഷൻ നടത്തുക, പെഡ്രിയുടെ ആ ഒരു അസിസ്റ്റ് നമ്പർ കൂട്ടാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു മാച്ചിൽ പെഡ്രിയുടെ ആ ഒരു പ്ലേ മേക്കിംഗ് ഒക്കെ വേറെ ലെവലായിരുന്നു. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് പെഡ്രി ആയിരുന്നു. കാരണം പെഡ്രി നല്ലൊരു എഫേർട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ബിൽഡപ്പിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നല്ല എഫേർട്ട് ഇട്ടൊരു പ്ലെയർ ആയിരുന്നു. പിന്നെ റഫീനിയാണെങ്കിൽ കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷനിൽ പ്ലെയർ നല്ലൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറി. അത് തുടക്കം മുതലേ കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. എന്തായാലും റഫീനിയ ഇനിയും ഇമ്പ്രൂവ് ആവാം. പെഡ്രിനെ പോലത്തെ ഒരു പ്ലെയറെ നമ്മുടെ സ്ക്വാഡിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നീക്കുക. അതായത് ഇപ്പോൾ പെഡ്രി ഒരു നല്ല ചാൻസ് നൽകുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുക, കാര്യങ്ങൾ സ്മൂത്താക്കി കൊണ്ടുപോകുക. പിന്നെ ഈ ഒരു മത്സരത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ലെവൻഡോസ്കി എന്ന് പറയുന്ന താരം പ്രോപ്പറായിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറെ സബ് ചെയ്യണമായിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു 80-ാം മിനിറ്റിലൊക്കെ പ്ലെയർ സബ് ചെയ്യണമായിരുന്നു. പകരം പാവ വിക്ടറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഈ ഒരു 5-4 വിജയം ചിലപ്പോൾ 6-4 വിജയമായിട്ടൊക്കെ മാറിയേനെ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ ലെവൻഡോസ്കി എന്ന് പറയുന്ന താരം പ്രോപ്പറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സമയത്ത് പാവ വിക്ടറിനെ സബ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. നടക്കുകയോ ഇല്ലയോ എന്നതെല്ലാം ഭാവി കണ്ടു തന്നെ അറിയാം. അങ്ങനെ ഈ ഒരു വിജയത്തോടു കൂടി ബാസ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നെക്സ്റ്റ് മാച്ച്, അതായത് അറ്റ്ലാന്റയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മുടെ ബി ടീം പ്ലേയേഴ്സിനെ കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് പാബ്ലോ ടോറെ, ടോണി ഫെർണാണ്ടസ്, ആസ്ട്രലാഗ തുടങ്ങിയ താരങ്ങൾക്കൊക്കെ ആ ഒരു മാച്ചിൽ ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. ആ ഒരു മാച്ച് തോറ്റാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു മാച്ചിൽ ആ താരങ്ങൾക്ക് പ്ലേയിങ് ടൈം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഫ്ലിക്കാർ ചെയ്യുകയോ ഇല്ലയോ എന്നെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു കംബാക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ